ഈ ഫിലിം സൊസൈറ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം 2 മാസം മുമ്പ് പേരാമ്പ്രയിൽ വെച്ച് നടന്നു. അതിൻ്റെ ആഭിമുഖ്യത്തിലുള്ള 2ാമത്തെ ചലച്ചിത്ര പ്രദർശനം ആണ് ഉദ്ദേശിക്കുന്നത്. അക്കാദമി ഓഫ് ആർട്സ് ഹാളിൽ വെച്ചിട്ടാണ്. നമ്മുടെ വിജേഷ് പ്രതാപ് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഈ ഹ്രസ്വ സിനിമയ്ക്ക് പുരസ്കാരം നേടിയ ശ്രദ്ധേയനായ ഒരു സംവിധായകനാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഹ്രസ്വ സിനിമ ബ്ലാക്ക് നമ്മുടെ പ്രദർശിപ്പിക്കുന്നതിനുള്ള ഇതിൻ്റെ പ്രദർശന ഉദ്ഘാടനം കോഴിക്കോട് വെച്ച് വളരെ നല്ല രൂപത്തിൽ നടന്നു കഴിഞ്ഞു. രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന സിനിമയാണ്. അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചത്. സിനിമയായിട്ട് ബന്ധപ്പെട്ട മറ്റ് ആധികാരികമായി സംവിധായകൻ്റെ സംസാരിക്കും. അത് ആനുകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങൾ പറയുന്ന സിനിമയാണ്. പ്രത്യേകിച്ചും ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ വലിയ പ്രശ്നമായി മാറുന്ന ഒരു ഇന്ത്യയിലെ സാമൂഹിക സാഹചര്യത്തിൽ അത്തരമൊരു വിഷയമാണ് ബ്ലാക്കിൽ പറയുന്നത്. ഒരു ചിത്രകാരനും എഴുത്തുകാരനുമായ ഒരാളാണ്. അയാൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളും അത് ഇന്നത്തെ രാഷ്ട്രീയ ആ ഒരു അന്തരീക്ഷത്തിൽ പറയുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഫിലിം ഷോ കോഴിക്കോട് വെച്ചായിരുന്നു നടന്നത്. അതിനുശേഷം വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഈ സിനിമ ജനകീയമായ രീതിയിലുള്ള പ്രദർശനങ്ങൾ നടക്കുകയും സജീവമായ രീതിയിലുള്ള ചർച്ചകൾ ഈ വിഷയവുമായിട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പേരാമ്പ്രയിലെ ആദ്യത്തെ പ്രദർശനമാണ്. ജർമ്മനി ഫിലിം സൊസൈറ്റിയാണ് ഒരു പ്രദർശനത്തിന് വേണ്ടി ഒരുക്കുന്നത്. ഒപ്പം നിലവിൽ ഫെസ്റ്റിവലുകളിൽ ഈ സിനിമ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. ന്യൂ വേവ് ഇൻ്റർനാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മാനന്തവാടി നഗരസഭ നടത്തിയ പഴശ്ശിരാജ ദിനാചരണ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലൊക്കെ തന്നെ ഈ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു, അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. അതുപോലെ വെസ്റ്റ് ബംഗാളിലെ സിംഗൂർ ഫെസ്റ്റിവലിലും ഈ ചിത്രം ഇതോടൊപ്പം കാണിച്ചിട്ടുണ്ട്. ഒപ്പം ഏകദേശം ഒരു 10ഓളം ഫെസ്റ്റിവലുകളിൽ ഈ ചിത്രം ഇപ്പം പ്രദർശനത്തിനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. പേരാമ്പ്രയിൽ നിന്ന് ഇപ്പം സുരേഷ് അലീന ഈ ചിത്രത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ആർ ബി ആണ് ഇതിൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ 3 പേരാമ്പ്രക്കാർ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇതിൻ്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ദിലീപ് കീഴൂരാണ്. അദ്ദേഹം എഴുത്തുകാരനാണ്, ചിത്രകാരനാണ്. അപ്പം ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് അനിൽ മണവൽ, എഡിറ്റിങ്ങും കളറിങ്ങും ചെയ്തിരിക്കുന്നത് ഹരിജി നായർ, ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ചെയ്തിരിക്കുന്നത് ഡൊമിനിക് മാർട്ടിൻ. അങ്ങനെ ടെക്നിക്കൽ സൈഡിൽ മലയാള സിനിമയിൽ നല്ല രീതിയിൽ സജീവമായി നിൽക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ശ്യാം കാർഗോസ് എന്ന് പറയുന്ന നടനാണ്. മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് വളർന്നു വരുന്ന കലാകാരനാണ്. മിന്നൽ മുരളി, അർജന്റീനിയൻ ഫാൻസ്, കല്ലൂർക്കടവ്, ഗരുഡൻ തുടങ്ങിയ സിനിമകളിലൊക്കെ തന്നെ വേഷപ്പെട്ടിട്ടുള്ള ശ്യാം, ഹിഗിറ്റ, നൂറുസിംഹാസനം പോലുള്ള നാടകങ്ങളിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് കൂടിയാണ്. ഇത്രയുമാണ് സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഇതിൽ രമേഷ് കാവിൽ, രാജ്യം തിരുവോത്ത്, കലാശ്രമാഷൻ കാലിക്കര തുടങ്ങിയ പേരാമ്പ്രയുടെ സാംസ്കാരിക സാന്നിധ്യമായിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളിൽ ആ ഓപ്പൺ ഫോറത്തിൽ പങ്കെടുക്കും. വൈകുന്നേരം 4 മണിക്കാണ് പരിപാടി. നാളെ 5 മണിക്കാണ് പരിപാടി തുടങ്ങുന്നത്. ഒരു 1.5-2 മണിക്കൂർ പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. ഒരാൾ പ്രതീക്ഷിക്കുന്നുണ്ട് നാളത്തെ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രേക്ഷകരെ. മാസത്തിലുണ്ടോ അല്ല
ഫിലിം സൊസൈറ്റി പേരാമ്പ്രയിൽ 1-2 വർഷക്കാലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ അടുത്താണ് അതിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനമൊക്കെ നടന്നത്. അതോടനുബന്ധിച്ചൊരു ഫിലിം ഫെസ്റ്റിവൽ, ഒരു ദിവസത്തെ ഫിലിം ഫെസ്റ്റിവൽ പേരാമ്പ്ര നടന്നിരുന്നു. തുടർന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് അതിൻ്റെ കമ്മിറ്റിയും. അതിലിപ്പം മെമ്പർഷിപ്പ് പ്രവർത്തനമൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ 100ഓളം മെമ്പർഷിപ്പുകൾ ഇപ്പോൾ ഓൾറെഡി കമ്പനി ഫിലിം സൊസൈറ്റിക്കുണ്ട്. നമുക്കേറെ സുപരിചിതനായിട്ടുള്ള, പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത, നമ്മുടെ പ്രദേശത്തിൻ്റെ അഭിമാനം, ഒരുപക്ഷെ ലോകവേദികളിൽ പോലും എത്തിച്ചിട്ടുള്ള കലാകാരനാണ് ബ്രിജേഷ്. ധാരാളം ചലച്ചിത്രങ്ങൾ ഇപ്പോൾ അദ്ദേഹം ഓൾറെഡി എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ സംരംഭങ്ങൾക്കും വലിയ അംഗീകാരവും ഇതിനകം ലഭിച്ചിട്ടുണ്ട്. 500ഓളം പുരസ്കാരങ്ങൾ ഇതിനകം തന്നെ നമ്മുടെ ബ്രിജേഷ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ഐ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിന് അന്താരാഷ്ട്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ ബ്ലാക്ക് വരുന്നതിന് മുമ്പേ അദ്ദേഹം ഒരുക്കിയിട്ടുള്ളതാണ് യക്ഷി. അല്ലേ? യക്ഷി ഏറെ ശ്രദ്ധിക്കപ്പെട്ട, വലിയ ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ള ഒരു ഫിലിമാണ് യക്ഷി എന്ന് പറയുന്ന ഫിലിം. വിജേഷണ സിനിമകളുടെ ഒരു പ്രത്യേകത, നമ്മുടെ കാലം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട്, അതിനെ ഒരു ഇതിവൃത്തമാക്കിക്കൊണ്ട് അതിനോട് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ കൃത്യമായി പ്രതികരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സംരംഭങ്ങളൊക്കെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായിട്ടും ഈ പൊതുസമൂഹം ഒന്നടങ്കം ഏറ്റെടുക്കേണ്ട ഒരു സൃഷ്ടികളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരുക്കിയിട്ടുള്ള ഒരു സിനിമയാണ് ബ്ലാക്ക്. ബ്ലാക്കിനെ കുറിച്ചുകൂടെ പറഞ്ഞിട്ടുണ്ടാവും. ഒരു പുതിയ വിഷയമാണ് ബ്ലാക്കിൻ്റെ ഭാഗമായിട്ട് ബ്രിജേഷ് കൈകാര്യം ചെയ്തത്. പാർശ്വവൽക്കരിക്കപ്പെട്ട കലാകാരന്മാരുടെ ജീവിതാവസ്ഥകളും വലിയ സംഘർഷങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കലാമേഖലയെക്കുറിച്ചുള്ള ഒരു പുതിയൊരു ഇതിവൃത്തം, ഒരു പുതുമയുള്ള ഒരു ഇതിവൃത്തമാണ് ഈ ബ്ലാക്കിന് അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകം തന്നെ പല ഫിലിം ഫെസ്റ്റിവലിലും ഇപ്പം അത് പ്രദർശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ, അദ്ദേഹത്തിൻ്റെ നാട്ടുകാരുടെ മുന്നിൽ നാളെ വൈകുന്നേരം ധമനിയുടെ നേതൃത്വത്തിൽ അത് പ്രദർശിപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ അറിയുന്ന, അദ്ദേഹത്തിൻ്റെ ഈ കലാമേഖലയിലെ ഇടപെടലുകളെ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന, അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ പ്രദേശത്തുകാരെല്ലാം, ചലച്ചിത്ര ആസ്വാദകരും കലാസ്വാദകരും എല്ലാം തന്നെ അവിടെ എത്തിച്ചേരണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അതിനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങളും അതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകളും നടത്തണമെന്ന് വളരെ വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത്. ഇവർ പറഞ്ഞതിൽ കൂടുതലൊന്നും പറയാനില്ല. ബ്രിജേഷ് പിന്നെ ചാലിക്കരയിൽ ബ്രിട്ടീഷ് ഭാഷയോട് സംസാരിച്ചതല്ലേ. പിന്നെ ഒട്ടേറെ ചലച്ചിത്ര പ്രതിഭകളുള്ള നാടാണ് നമ്മുടെ നാട്. പേരാമ്പ്ര മേഖലയിൽ നാടക രംഗത്തേക്കാളുപരി ചലച്ചിത്ര രംഗത്ത് മോഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഭകളുടെ നാടാണ്. അപ്പോൾ ചലച്ചിത്ര രംഗത്ത് നല്ല കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള പ്രതിഭകളുടെ കൂട്ടത്തിലാണ് ബ്രിജേഷിൻ്റെ ഏറ്റവും പുതിയ ചലച്ചിത്രം പിന്നെ നാളെ ബ്ലാക്ക് പ്രദർശിപ്പിക്കുന്നു. അതിൽ നല്ല പങ്കാളിത്തത്തോടെ നമ്മുടെ പേരാമ്പ്ര ചലച്ചിത്രാസ്വാദന രംഗത്തും മികവ് തെളിയിച്ച് വരാമെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട സന്ദർഭമാണ്. ഇത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഒരു ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചലച്ചിത്ര മേള പേരാമ്പ്ര ആസ്ഥാനമായി കേന്ദ്രമുണ്ട്. അതിൻ്റെ ഒരു ചുവടുവെപ്പാണ്